ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ ബോൺലെസ് പീസ് ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 5-8 പീസ് ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാനിലിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളിത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഏകദേശം ഈ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ബ്രെഡ് ചൂടാക്കുന്നുണ്ട്. 2 സൈഡും ചൂടായതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, അതുപിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ സവാള, ചെറുതായിട്ടരിഞ്ഞ സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മൾ നന്നായിട്ട് ചെറിയ ചൂടിൽ ഇത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിനി പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പൊട്ടറ്റോയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ മല്ലിയില, ഇതെല്ലാം നമ്മൾ ഈ സമയത്ത് ഇടുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ വേണേൽ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോയ്ക്കും നമ്മുടെ ഈ മസാലക്കൂട്ടിനും ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂത്ത് പോവല്ലേ. നമ്മൾ ഒത്തിരി വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഒരു ഹാഫ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഫോം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ചിക്കന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ 3 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ അടുപ്പത്ത് വെച്ചൊരു കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് ചെറിയ ചൂടിൽ നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മുട്ടയിൽ മുക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിൽ അതിൽ മുക്കി നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഫോം ചെയ്തെടുക്കാവുന്നതാണ്. പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിൽ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഉള്ളു ഓൾറെഡി വെന്താണ്. നമുക്കൊന്ന് പുറം വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് 4 മണിക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.